കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മളിന്ന് കിഷ്കിന്ധാകാന്ഡം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് പോകാം. ഇനി കിഷ്കിന്ധയിൽ പോയി സുഗ്രീവനെ കാണുന്നതും ഒക്കെ നമുക്ക് അറിയണ കഥയാണല്ലോ. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്കത് വേണ്ട പോലെ നല്ല ശ്രദ്ധയോടുകൂടി പറയാം. എനിക്ക് ശ്രദ്ധയോടുകൂടി പറയാനും കേൾക്കുന്നവർക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ, ഭക്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. ശ്രീമദ് അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം 1-ാം സർഗം. എഗെയിൻ ഭഗവാൻ പറയണ, ശ്രീ മഹാദേവൻ പറയണതാണ്. ശ്രീ മഹാദേവ ഉവാച തത സ ലക്ഷ്മണോ രാമ ശനൈ പമ്പാസരസ്തടം ആഗത്യ സരസാം ശ്രേഷ്ഠം ദൃഷ്ട്വാ വിസ്മയമായയൗ. തതഃ ലക്ഷ്മണഃ രാമ, ലക്ഷ്മണനോട് കൂടിയ രാമൻ, സരസാം ശ്രേഷ്ഠം പമ്പാസരസ്തടം ശനൈഹി ആഗത്യ ദൃഷ്ട്വാ, അതായത് ഏറ്റവും എല്ലാ തടാകങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ പമ്പ തടാകത്തിൻ്റെ തീരത്തെ ശനൈഹിപന പതുക്കെ ആഗമിച്ചു. എന്നിട്ട് അതിനെങ്ങനെ നോക്കിയിട്ട് അതായത് തടാകത്തിലേക്ക് നോക്കിയിട്ട് വിസ്മയം ആയയോ, അത്ഭുതമായി. എന്താ കാരണം? അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ശബരിക്ക് മോക്ഷം നൽകിയതിന് ശേഷം ലക്ഷ്മണ സഹിതനായിട്ട് ശ്രീരാമൻ എല്ലാ തടാകങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ പമ്പ തടാകത്തിൻ്റെ തീരം എത്തിയിട്ട് ആ പമ്പ തടാകത്തിനെ നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു, അല്ലെങ്കിൽ വിസ്മയിച്ചു. ശ്രീ മഹാദേവ വാച തതഃ സ ലക്ഷ്മണോ രാമ ശനൈഃ പമ്പാസരസ്തടം ആഗത്യ സരസാം ശ്രേഷ്ഠം ദൃഷ്ട്വാ വിസ്മയമായയൗ. ഇനി 2, 3, 4 ഒന്നിച്ച് ചെല്ലാം. ക്രോശമാത്രം സുവിസ്തീർണമഗാധമലശംബരം ഉത്ഭുല്ലാംബുജ കൽഹാരകുമുദോൽപലമണ്ഡിതം ഹംസകാരണ്ഡവാകീർണം ചക്രവാകാദിശോഭിതം ജലകുക്കുടകോയഷ്ടിക്രൗഞ്ചനാദോപനാദിതം നാനാപുഷ്പലതാകീർണം നാനാഫലസമാവൃതം സതാം മനഃസ്വച്ഛജലം പത്മകിഞ്ചൽക്കവാസിതം. അതായത് ഈ പമ്പാ തടാകത്തിൻ്റെ വർണ്ണനാണ് കേട്ടോ, ഡിസ്ക്രിപ്ഷനാണ്. ക്രോശമാത്രം സുവിസ്തീർണം, ഒരു ക്രോശം അളവ് വരുന്ന മെഷർമെൻറ്റ്, അത്രയാണ് അതിൻ്റെ വിസ്താരം, വലിപ്പം എന്ന് പറഞ്ഞാൽ. ഒരു ക്രോശം വെച്ചാൽ 1.3 മൈൽസ് ഒറ്റയാണ്. അതായത് എനിക്ക് തോന്നുന്നത് കുറച്ച് 2 കിലോമീറ്റേഴ്സിനേക്കാളും കുറച്ചധികം വരും. 2 കിലോമീറ്റർ എന്ന് പറയാം. 2.8 എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. അത്രയാണ് അതിൻ്റെ സർക്കംഫറൻസ്, അതായത് അത്രയും ചുറ്റളവ് എന്ന് പറയുമല്ലോ നമ്മളത്, അത്രയും വിസ്താരമുണ്ട്. അഗാധാമല ശമ്പരം 2 കിലോമീറ്ററോളം ഒരു ചുറ്റ് ആയിട്ട് നോക്കിയാൽ മതി, ഒരു വട്ടം പോലെ. അഗാധമല ശമ്പരം, അതായത് അഗാധം പറഞ്ഞാൽ ഡീപ്പാണ്. ഡീപ്പായിട്ടും ചളിയില്ല, അമലാണ്. അമലം മീൻസ് മലം ചൽ ഡേർട്ട് അല്ലേ, അമലാണ്. ഒട്ടും ഒട്ടും തെളിഞ്ഞ വെള്ളമാണ് അർത്ഥം. ചളിയൊന്നുമില്ലാത്ത വെള്ളത്തോടു കൂടിയതും, അതായത് തെളിഞ്ഞ വെള്ളം എന്ന് നമ്മൾ പറയൂലോ. ഉത്ഭുല്ലാംബുജ കൽഹാര കുമുദോൽപലമണ്ഡിതം. ഉത്ഭുല്ലാംബുജം ചെന്താ വികസിച്ച താമര. ഉത്ഭുല്ല അതാണല്ലോ വിരിഞ്ഞതെന്നാണ്, വിരിഞ്ഞ താമര. കൽഹാരം ഓരോ പൂക്കളാണ്. ആമ്പല്, നീലത്താമര, ഇതൊക്കെ നിറച്ചുണ്ട് ആ പമ്പാതടത്തിൽ. ഹംസകാരണ്ഡവാകീർണം, അരയന്നങ്ങൾ, പിന്നെ ഈ മറ്റുള്ള ജലപക്ഷികളൊക്കെ ഇവയാൽ നിറഞ്ഞതും
ചക്രവാകാദിശോഭിതം, ചക്രവാകം മുതലായ പക്ഷികളാൽ ശോഭിക്കപ്പെട്ടതും ജലകുക്കുട കോയഷ്ടി ക്രൗഞ്ച നാദോപനാദിതം, കൊളക്കോഴി, വേറെ പല പല ക്രൗഞ്ചമിഥുനങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ഈ വാൽമീകി കണ്ട ഇതായതേ ഈ ക്രൗഞ്ചമിഥുനങ്ങൾ തോന്നുന്നത് അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനത്തെ പല പല ജലപക്ഷികൾ, ജലത്തിൻ്റെ അടുത്തുണ്ടാവുന്ന പക്ഷികളുടെ എന്താ പറയുക, ശബ്ദം കൊണ്ട് അവിടെ ഇങ്ങനെ റെവർബറേറ്റിംഗ് വിത്ത് ഓൾ ദ നോയ്സസ് ഓഫ് ദീസ് ബേർഡ്സ്, അതാണ് പ്രതിധ്വനിക്കാണ്. നാനാ പുഷ്പലതാകീർണം, അതുപോലെ കരയിലുമൊക്കെ പലവിധ പുഷ്പങ്ങളുള്ള മരങ്ങൾ, പിന്നെ വള്ളികൾ, നാനാപുഷ്പലതാകീർണം, നാനാഫല സമാവൃതം, ആ വൃക്ഷങ്ങളിലൊക്കെ ധാരാളം ഫലങ്ങളും ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. സദാം മനഃ സ്വച്ഛജലം, അതായത് സജ്ജനങ്ങളുടെ മനസ്സുപോലെ തെളിഞ്ഞ വെള്ളം, സജ്ജനങ്ങളുടെ മനസ്സുപോലെ, സദാം മനഃ എന്ന്, സദാം ച സജ്ജനങ്ങളുടെ മനസ്സുപോലെ തെളിഞ്ഞ വെള്ളത്തോടു കൂടിയതുമായിട്ടുള്ള പത്മകിഞ്ചൽക്കവാസിതം, താമര കേസരത്താൽ വാസിപ്പിക്കപ്പെട്ടതുമാകുന്നു. എന്താ പറയുക വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമൻ ആ തടാകം നോക്കി അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞത്. കാരണം സാധാരണ തടാകങ്ങളെക്കാളും തെളിഞ്ഞ വെള്ളവും ധാരാളം പൂക്കളും ധാരാളം പക്ഷികളുടെ ശബ്ദം, നിറച്ച് പക്ഷികൾ അവിടെ വന്ന് തടാകത്തിൽ നീന്തിയും 4 പുറത്ത് വൃക്ഷങ്ങളിലിരുന്ന് ശബ്ദം ഉണ്ടാക്കേണ്ട ധാരാളം ഫലങ്ങൾ, ഫ്രൂട്ട്സ്, തൂങ്ങി നിൽക്കുന്ന മരങ്ങൾ, ധാരാളം പുഷ്പങ്ങൾ, അതൊക്കെയാണ്. അത്ഭുതപ്പെടാൻ അതാണ് കാരണം. എന്താ വെച്ചാൽ ഒരു ക്രോശം ദൂരവും വീതിയുണ്ട് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് സ്ക്വയർ ആയിരിക്കണം ചിലപ്പോൾ. നീളവും വീതി ഏകദേശം ഒരു ക്രോശം പറഞ്ഞാൽ 2 കിലോമീറ്റർ ചുറ്റളവെന്ന് വെച്ചോളൂ. ഒരു 2 കിലോമീറ്ററിൽ ഏകദേശം ഒരു സ്ക്വയർ, കൃത്യം സ്ക്വയറൊന്നും ആവില്ല. എന്തായാലും നല്ല ആഴമുണ്ടെങ്കിലും നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് അടിവരെ ശരിക്ക് തെളിഞ്ഞ് കാണാം. വിരിഞ്ഞു നിൽക്കണ താമര, കൽഹാര, മാമ്പല, നീലത്താമര, അതുകൊണ്ടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്ന പോലെ. പിന്നെ അരയന്നങ്ങളും കാരണ്ടങ്ങളും ചക്രവാകപ്പക്ഷികളും കൊളക്കോഴിയും ബാക്കി പല ജലപക്ഷികളുടെ ശബ്ദം കൊണ്ട് അവിടെ മുഴുവൻ മുഖരിതമാണ്. പിന്നെ അനേകം നിറങ്ങളിലും തരത്തിലുള്ള പല 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 പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ മരങ്ങളും വല്ലികളും, പിന്നെയോ സജ്ജനങ്ങളുടെ മനസ്സുപോലെ സ്വച്ഛമായിട്ടുള്ള ജലവും, പിന്നെ കൊഴിഞ്ഞു വീണ താമരകളുടെ ആ വാസന ആ വെള്ളത്തിനുണ്ട്. കുറേ വെള്ളത്തിൻ്റെ പൂമ്പൊടിയൊക്കെ ആവുമല്ലോ അത് കാരണം അതിൻ്റെ അങ്ങനത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള ആ പമ്പാതടം കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു എന്ന് പറയുകയാണ്. അതിൻ്റെ ഒരു വർണ്ണനാണ്. അപ്പോൾ നമുക്ക് ശരിക്കത് മനസ്സിൽ പോവുമല്ലോ. ക്രോശമാത്രം സുവിസ്തീർണമഗാധമല ശംബരം ഉത്ഫുല്ലാംബുജ കൽഹാര കുമുദോൽപലമണ്ഡിതം ഹംസകാരണ്ഡവാകീർണം ചക്രവാകാദിശോഭിതം ജലകുക്കുടകോയഷ്ടി ക്രൗഞ്ചനാദോപനാദിതം പുഷ്പലതാകീർണം നാനാഫലസമാവൃതം സദാം മനഃസ്വച്ഛജലം പത്മകിഞ്ചൽക്കവാസിതം. ഇനി 5. തത്രോപസ്പൃശ്യ സലിലം പീത്വാ ശ്രമഹരം വിഭു സാനുജ സരസസ്തീരേ ശീതളേന പഥായയൗ. സാനുജ വിഭു, അതായത് സ്വന്തം അനുജനോട് കൂടിയിട്ടുള്ള ഭഗവാൻ ശ്രമഹരം തത്ര സലിലം ഉസ്പൃശ്യ പീത്വ, അതായത് ക്ഷീണം തീർക്കുന്നതായിട്ടുള്ള അതിലത്തെ ആ ശുദ്ധജലം തൊടുകയും കുടിക്കുകയും ചെയ്തിട്ട്, മീൻസ് കുളിക്കുക അല്ലെങ്കിൽ മുഖം കാലും കഴുകുക എന്താ വെച്ചാൽ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ തൊടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാലും മുഖം കഴുകുക അല്ലെങ്കിൽ കുളിക്കുക ചെയ്തിട്ടൊക്കെ കുടിച്ചിട്ട്, അതായത് കുടിക്കാൻ തക്കവണ്ണം അത്ര നല്ല ശുദ്ധജലമാണ്. സരസഹ തീരെ, ആ തടാകത്തിൻ്റെ കരയിൽ ശീതളേന പഥ, ആ തണുപ്പുള്ള വഴിയിൽ കൂടി യയൗ സഞ്ചരിച്ചു. ആ തടാകത്തിൻ്റെ കരയിൽ കൂടി വെള്ളം അങ്ങനെ ഇടയ്ക്കൊന്ന് തൊട്ട് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടാവും. എന്നിട്ട് വെള്ളം കുടിച്ച് ആ തടാകത്തിൻ്റെ കരയിൽ കൂടെ ലക്ഷ്മണനോട് കൂടിയിട്ട് അതൊക്കെ കണ്ട് ആസ്വദിച്ച് സഞ്ചരിച്ചു. തത്രോപസ്പൃശ്യ സലിലം പീത്വാ ശ്രമഹരം വിഭൂ സാനുജ സരസസ്തീരേ ശീതളേന പഥാ യയൗ. ഹൃഷ്യമൂകഗിരേः പാർശ്വേ ഗച്ഛന്തൗ രാമലക്ഷ്മണൗ ധനുർബാണകരൗ ദാന്തൗ ജടാവൽക്കലമണ്ഡിതൗ പശ്യന്തോ വിവിധാൻ വൃക്ഷാൻ
ഗിരേഹ ശോഭാം സുവിക്രമൗ ഹൃഷ്യമൂക ഗിരേഹ പാർശ്വേ ഗച്ഛന്തോ. നടന്ന് ഹൃഷ്യമൂകാചലം എന്ന് പറഞ്ഞാൽ ഹൃഷ്യമൂക പർവ്വതത്തിൻ്റെ സമീപത്തിലേക്കാണ് അവർ നടന്നു പോണത്. ധനുർബാണധരോ, കയ്യിൽ വില്ലൊമ്പൊക്കെ ഉണ്ട്, ആരെങ്കിലും ഒന്ന് ആക്രമിക്കുകയൊക്കെ ചെയ്താൽ അത് വേണമല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ജഡാവൽക്കല മണ്ഡിതൗ, ജഡയും വൽക്കലും ഒക്കെ ധരിച്ചിട്ടാണല്ലോ കാട്ടിലേക്ക് പോയത്, അതൊക്കെ ഉണ്ട്. സുവിക്രമവും രാമലക്ഷ്മണവും, നല്ല വീരപരാക്രമികളായിട്ടുള്ള ആ രാമലക്ഷ്മണന്മാർ വിവിധാൻ വൃക്ഷാൻ, പല പല വൃക്ഷങ്ങളെയും ഗിരേഹേ ശോഭാം ച, ഈ ഹൃഷ്യമൂകാചല പർവ്വതത്തിൻ്റെ ഭംഗിയെയും പശ്യന്തവും നോക്കി നടന്നു എന്ന്. അതായത് അവരിങ്ങനെ നടന്ന് ഹൃഷ്യമൂകാചല പർവ്വതത്തിൻ്റെ സമീപത്തേക്ക് എത്തി. കയ്യിൽ അമ്പും വില്ലൊക്കെ ധരിച്ചിട്ടുണ്ട്, ജഡാവൽക്കലൊക്കെ ധരിച്ചിട്ടുണ്ട്. നല്ല കണ്ടാൽ തന്നെ നല്ല വീരന്മാരാണെന്ന് തോന്നും. പിന്നെയോ എന്നിട്ട് അവിടുത്തെ നല്ല ഭംഗിയുള്ള മരങ്ങളെയൊക്കെ നോക്കി, കാട് തന്നെയാണല്ലോ ഹൃഷ്യമൂകാചലം, പർവ്വതം എന്ന് പറഞ്ഞാൽ കാട്, കുറേ ധാരാളം വൃക്ഷങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു എന്ന് പറയുകയാണ്. ഹൃഷ്യമൂകഗിരേ പാർശ്വേ ഗച്ഛന്തൗ രാമലക്ഷ്മണൗ ധനുർബാണകരൗ ദാന്തൗ ജഡാവൽക്കലമണ്ഡിതൗ പശ്യന്തോ വിവിധാൻ വൃക്ഷാൻ ഗിരേഹ ശോഭാം സുവിക്രമൗ. ഇങ്ങിട്ട് 7 സുഗ്രീവസ്തു ഗിരിർമൂർധ്നി ചതുർഭിः സഹ വാനരൈः സ്ഥിത്വാ ദദർശതൗ യാന്താം ആരുരോഹഗിരേः ശിരഃ. സുഗ്രീവഃ തു, സുഗ്രീവനാകട്ടെ, ചതുർഭി വാനരൈः സഹ, 4 കുരങ്ങന്മാരോടുകൂടി, വാനരന്മാരോടുകൂടി, മൂർധനി ഗിരേഹേ മൂർധനി സ്ഥിത, ആ ഹൃഷ്യമൂകാചലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് സുഗ്രീവനും ബാക്കി 2-3-4 വാനരന്മാരും സുഗ്രീവനും കൂടി യാന്തൗ തൗ ദദർശ, ഈ നടക്കണ ഈ ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ടു. ഗിരേഹേ ശിര ആരുരോഹ, എന്നിട്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നു, നല്ലോണം കാണാലോ. അപ്പോൾ ആ സമയത്ത്, അതായത് ഇവരിങ്ങനെ നടക്കുകയാണ് പറഞ്ഞല്ലോ, ഹൃഷ്യമൂകാചലത്തിൻ്റെ അടുത്തെത്താറായി. ആ സമയത്ത് 4 വാനരന്മാരോട് കൂടിയിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സുഗ്രീവൻ ഇങ്ങനെ താഴ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാമലക്ഷ്മണന്മാരെ കണ്ട ഉടനെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി. സുഗ്രീവസ്തു ഗിരേർമൂർധ്നി ചതുർഭി സഹവാനരൈ സ്ഥിത്വാ ദദർശതൗ യാന്താവ ആരുരോഹഗിരേഹേ ശിര. ഇങ്ങനെ വിസ്തരിച്ച് നമ്മളിപ്പോൾ ഈ പമ്പാതടത്തിൻ്റെ ഡിസ്ക്രിപ്ഷനും അത് കഴിഞ്ഞ് ആ കാട്ടിലേക്ക് നടക്കണം, അത് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റും അല്ലേ. രാമനും ലക്ഷ്മണനും കൂടി അത് കൂടെ നടക്കണു, വില്ലും അമ്പൊക്കെ പിടിച്ച് ജഡാവലക്കലൊക്കെ ധരിച്ച്. അപ്പോൾ ഇത് കണ്ടിട്ട് ഓട്ടി മുകളിലേക്ക് കയറി സുഗ്രീവനും ബാക്കിയും. നമുക്കങ്ങനെ ശരിക്കും എന്ത് നന്നായിട്ടൊരു ചിത്രം, ശരിക്കും ഇതിനാണ് വാങ്മയ ചിത്രം എന്ന് പറയുക, വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുക. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എൻ്റെ പേഴ്സണൽ ഇഷ്ടം പറയുകയാണ് കേട്ടോ, എനിക്ക് പലപ്പോഴും ഒരു നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ചിത്രത്തിനേക്കാളും എത്രയോ ഇഷ്ടമാണ് എനിക്ക് വാങ്മയ ചിത്രം. കാരണം നമുക്ക് കാണുന്ന ചിത്രത്തിനേക്കാളും എത്രയോ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിൽ വരയ്ക്കാം, ഏറ്റവും ഭംഗിയുള്ളതായിട്ട് വരയ്ക്കാം മനസ്സിൽ, അല്ലേ. അപ്പോൾ ആ വാങ്മയ ചിത്രത്തിൻ്റെ ഭംഗിയൊന്ന് വേറെയാണ്, എന്ത് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കണോ അല്ലേ. ഇനി 8 ഭയദാഹ ഹനുമന്തം കൗതൗ വീരവരൗ സഖേ ഗച്ഛ ജാനീഹി ഭദ്രം ദേ വടുർഭൂത്വാ ദ്വിജാകൃതി. ഭയാത് ഹനുമന്തം ആഹ, ഭയായിട്ട് വേഗം ഹനുമാനോട് പറഞ്ഞു, സഖേ തൗ കൗ, ആ 2 പേര് ആരാ? ദ്വിജാകൃതി വടുഹു ഭൂത്വ, ബ്രാഹ്മണന്മാരെ പോലെ ഡ്രസ്സ് ചെയ്തിരിക്കണം, ബ്രഹ്മചാരികളാ തോന്നും. ഗച്ഛ ജാനീഹി, പോയി ഒന്ന് അറിഞ്ഞു വരൂ എന്ന് പറഞ്ഞു സുഗ്രീവൻ. തേ ഭദ്രം, നിനക്ക് മംഗളം. ഇപ്പം ഹനുമാൻ സുഗ്രീവൻ്റെ ഭൃത്യനാണല്ലോ. അപ്പോൾ സുഗ്രീവൻ വേഗം ഹനുമാനോട് പോയി പറഞ്ഞു, ഹനുമാനെ നോക്കൂ, അവിടെ താഴത്ത് ഇങ്ങനെ ഈ നമ്മുടെ പർവ്വതത്തിന് താഴത്ത് സഞ്ചരിക്കണ ആ 2 പേര് ആരാണാവോ? കണ്ട ഒരു ബ്രഹ്മചാരിയെ പോലെ, ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചവർ കണ്ടാൽ അവരടുത്ത് ചെന്നിട്ട് ആരാന്നൊക്കെ ഒന്ന് ഈ അറിഞ്ഞു വരൂ, ശത്രുക്കളാണോന്ന് എപ്പോഴും പേടിയാണ്. അപ്പോൾ നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഹൃഷ്യമൂകാചലത്തിൽ ഇരിക്കാനേ പറ്റുള്ളൂ പാവം സുഗ്രീവന്, വേറെ എവിടെ പോയാലും ബാലി വന്ന് കൊല്ലും. ബാലിക്ക് ഭാഗ്യത്തിന് സുഗ്രീവൻ്റെ ഭാഗ്യത്തിന് ബാലിക്കൊരു ശാപമുണ്ട്, ഹൃഷ്യമൂകാചലത്തിൽ വന്നാൽ തല പൊട്ടി തെറിക്കുന്ന, അതുകൊണ്ട് അവിടെ വരില്ല. അപ്പോൾ അവിടെ മാത്രമേ സമാധാനമായിട്ടിരിക്കാൻ വയ്ക്കൂ. ഇനി 9 ബാലിനാ പ്രേഷിതൗ കിം വാ മാം ഹന്തും സമുപാഗതൗ
താഭ്യം സംഭാഷണം കൃത്വാ ജാനീഹി ഹൃദയം തയോः മാം ഹന്തും എന്നെ കൊല്ലാനായിട്ട് ബാലിന പ്രേഷിതോ ബാലിയാൽ പ്രേരിക്കപ്പെട്ടവരായിട്ട് സമുപാഗതൗ കിംവ ഇങ്ങോട്ട് വന്നതാണെങ്കിലോ താഭ്യം സംഭാഷണം കൃത്വ അവരോടൊന്ന് ചോദിച്ചറിയൂ തയോഹോ ഹൃദയം ജാനീഹി എന്നിട്ട് അവരുടെ ഉള്ളിലിരിപ്പം എന്താണെന്നൊന്ന് പോയി അറിഞ്ഞു വരൂ എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ എന്നെ കൊല്ലാനായിട്ട് ബാലി അയച്ച് വന്നവരാണോ അവർ? എനിക്ക് പേടിയാവുന്നുണ്ട്. അവരോട് ഒന്ന് വർത്തമാനം പറഞ്ഞ് അവരുടെ ഉള്ളിലിരിപ്പ് ഒന്നൊന്ന് അറിഞ്ഞു വരൂ, എന്താ അവരുടെ ഉദ്ദേശം എന്നൊന്ന് അറിഞ്ഞു വരൂ എന്ന് പറഞ്ഞു ഹനുമാനോട്. എന്താ വെച്ചാൽ ഈ ഭയം ഉണ്ടാവുമ്പോൾ നമുക്കെതിരാ തോന്നൂലോ. അപ്പോൾ അതാണല്ലോ ഈ കംസനെ ഏത് സമയത്തും ആ അശരീരി കേട്ടതിന് ശേഷം 6 കുട്ടികളെ കൊന്നു ഭയം കൊണ്ട്. 7ാമത്തെ കുട്ടിയെ ഒന്നും പറ്റിയില്ല. 8ാമത്തെ കുട്ടി പെൺകുട്ടിയാന്ന് കണ്ടാലും അതിനെ വലിച്ച് കൊല്ലാൻ ഭാവിച്ചപ്പോൾ കയ്യിൽ നിന്ന് ആദ്യം ഒരു അശരീരി നിന്നെ കൊല്ലണ ആളിവിടെ ജനിച്ചിരിക്കേണ്ടത്. അപ്പോൾ പിന്നെ കംസന് ഭയം തന്നെ അല്ലേ? അതേപോലെ തന്നെയാണ് ഈ ഭയം ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഭയം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആപത്ത് വരുമോ എന്നുള്ളത്. അപ്പോൾ ഭയം ഒരു വളരെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ആരെ കണ്ടാലും അതാ പേടി സുഗ്രീവനെ. ബാലി അയച്ചതാണോന്നേ. ബാലിന പ്രേഷിതൗ കിം വാ മാം ഹന്തും സമുപാഗതൗ താഭ്യം സംഭാഷണം കൃത്വാ ജാനീഹി ഹൃദയം തയോः. ഇപ്പോൾ 10 യദി തൗ ദുഷ്ടഹൃദയൗ സംജ്ഞാം കുരു ഖരാഗ്രത വിനയാവനതോ ഭൂത്വാ ഏവം ജാനീഹി നിശ്ചയം തൗ ദുഷ്ടഹൃദയൗ യതി അവർ ദുഷ്ടന്മാരാണെങ്കിൽ, അതായത് ചീത്ത ഉദ്ദേശത്തോടുകൂടി വരികയാണെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ, കരാഗ്രത സംജ്ഞാം കുരു എന്നോട് കൈകൊണ്ടൊരു അടയാളം അവിടുന്ന് തന്നെ അവരോട് വർത്തമാനം പറഞ്ഞിട്ട് അവർ ദുഷ്ടന്മാരാണെന്ന് തോന്നിയിച്ചാൽ എന്നോട് കൈകൊണ്ടൊരു അടയാളം കാണിച്ചാൽ മതി. ഉറക്ക വിളിച്ച് പറഞ്ഞാൽ അവർ ഹനുമാനെ കൊന്നാലോ. വിനയാവനത ഭൂത്വ വിനയത്താൽ നമസ്കരിച്ചവനായിട്ട് ഏവം നിശ്ചയം ജാനീഹി ശരി അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. ഹനുമാൻ സുഗ്രീവൻ പറഞ്ഞത് കേൾക്കാത്രല്ലോ, ഭൃത്യനല്ലേ. അപ്പോൾ ഇവർ ദുഷ്ടന്മാരാണ് വെച്ചാൽ ഹനുമാൻ ഒരു കാര്യം ചെയ്തോളൂ, എന്നോട് രക്ഷപ്പെട്ടോളൂ എന്ന് കാണിക്കാൻ ഒന്നിങ്ങനെ വിരലുകൊണ്ട് അടയാളം കാണിച്ചോളൂ. ഇവർ ദുഷ്ടന്മാരാണ്, ആപത്താണ് വരണതെന്ന് കാണിക്കാൻ, എന്നാൽ എനിക്ക് രക്ഷപ്പെടാലോ. വിനയഭാവത്തോടുകൂടി ശരി പറഞ്ഞു ഹനുമാൻ. ആവാന്ന് പറഞ്ഞ് നമസ്കരിച്ച് അവരോട് വിനയഭാവം കാണിച്ച് നമസ്കരിച്ച് അവരുടെ ഉള്ളിലിരിപ്പ് അറിഞ്ഞു വരൂ എന്ന് പറഞ്ഞ് അയച്ചു. അതാണ് പറഞ്ഞത്. അവരുടെ മുമ്പിൽ ശത്രുവായിട്ട് പോകണ്ട. അവരോട് നീ ആരാണ് ഇവിടെ വന്നാണ് അങ്ങനെ ചോദിക്കേണ്ട. അവരെ വിനയപൂർവ്വം നമസ്കരിച്ചിട്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞു വരൂ. പൊട്ട ഉദ്ദേശമാണെങ്കിൽ, ചീത്ത ഉദ്ദേശമാണെങ്കിൽ അവിടുന്ന് തന്നെ എന്നോട് കൈ കാണിക്കണം. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താ ഉള്ളത്, അവരെന്തിനാണ് അവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വരൂ. നല്ല വിനയത്തോടു കൂടി പോയാൽ മതി, ദേഷ്യപ്പെട്ടു പോകണ്ട എന്നൊക്കെ ഹനുമാനെ ഉപദേശിച്ചു കേട്ടോ. യദി തൗ ദുഷ്ടഹൃദയൗ സംജ്ഞം കുരു കരാഗ്രത വിനയാവനതോ ഭൂത്വ ഏവം ജാനീഹി നിശ്ചയം. നല്ലോണം നമസ്കരിച്ച് വിനയത്തോടുകൂടി നമസ്കരിച്ച് വിവരം അറിഞ്ഞു വരുമെന്ന്. പേടിയാണ് സുഗ്രീവനെ എപ്പോഴും, ധൈര്യക്കുറവ് നല്ലോണം ഉണ്ടേ. അപ്പോൾ 11 തഥേതി വടുരൂപേണ ഹനുമാൻ സമുപാഗത വിനയാവനതോ ഭൂത്വ രാമം നത്വേദമബ്രവീത്. അപ്പോൾ ഹനുമാൻ വേഗം ഒരു വടുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മചാരിയുടെ വേഷം കെട്ടി. ബ്രഹ്മചാരിയുടെ വേഷത്തിലാണ് ഹനുമാൻ ശ്രീരാമനെ ലക്ഷ്മണനെ സമീപിക്കുന്നത് കേട്ടോ. അതാണ് തഥാ ഇതി വടുരൂപേണ ശരിയാവാമെന്ന് പറഞ്ഞിട്ട് വടുരൂപം സ്വീകരിച്ച്, വടുരൂപം വെച്ചാൽ ബ്രഹ്മചാരിയായിട്ട് വാമനൻ്റെയൊക്കെ പോലെ. സമുപാഗത ഹനുമാൻ സമീപത്തേക്ക് വന്ന ഹനുമാൻ വിനയാവനത ഭൂത്വ നല്ല വിനയത്തോടുകൂടി തല കുനിച്ച് രാമം നത്വ രാമനെ നമിച്ചിട്ട് ഇതം അബ്രവീതി പ്രകാരം പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഒരു ബ്രഹ്മചാരിയുടെ വേഷം കെട്ടിയെന്ന് മാത്രം. ബ്രഹ്മചാരിയുടെ വേഷത്തോടു കൂടി ശ്രീരാമനെ നമസ്കരിച്ച് ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു. തഥേതി വടുരൂപേണ ഹനുമാൻ സമുപാഗത വിനയാവനതോ ഭൂത്വ രാമം നത്വേദമബ്രവീത്. ക്രൗ യുവാം പുരുഷവ്യാഘ്രൗ യുവാനൗ വീരസമ്മതൗ ദ്യോതയന്തൗ ദിശ സർവാഹ പ്രഭയാ ഭാസ്കരാവിവ. പുരുഷവ്യാഘ്രൗ വീരസമ്മതൗ യുവാനൗ യുവാം കൗ. ശരിക്കും പുരുഷവ്യാഘ്രം,
അതായത് പുരുഷ നരി എന്നർത്ഥം. അതായത് പുരുഷ ശ്രേഷ്ഠന്മാരും വീരസമ്മതവും വലിയ വീരശൗര്യ പരാക്രമികളും യുവാക്കന്മാരുമായ നിങ്ങൾ നിങ്ങളാ രണ്ടുപേര് ആരാ? കണ്ടാൽ നല്ല ശ്രേഷ്ഠന്മാരെ, പുരുഷന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരും വീരപരാക്രമികളും യുവാക്കളുമായ നിങ്ങൾ ആരാണ്? ഭാസ്കരവും ഇവ പ്രഭയ സർവാഹ ദിശ ദ്യോതയന്തവും, സൂര്യനെ പോലെ നിങ്ങൾ ദിക്കുകളെയൊക്കെ പ്രകാശിപ്പിക്കണു. അപ്പം നിങ്ങൾ ആരാ? ഒരു ദിവ്യത്വം നിങ്ങളിൽ കാണണ്ട ഞാൻ. സൂര്യനെ പോലെ ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണു. ഏത് ദിവ്യന്മാരാ നിങ്ങൾ? അങ്ങനെ ചോദിച്ചു. നിങ്ങളുടെ ആ ദേഹത്തിൻ്റെ ഒരു ദിവ്യപ്രഭ സർവ്വദിക്കിലെയും പ്രകാശിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി 12 ക്രൗ യുവാം പുരുഷ വ്യാഘ്രൗ യുവാനോ വീരസമ്മതൗ ദ്യോതയന്തൗ ദിശ സർവാ പ്രഭയാ ഭാസ്കരാവിവ. ഇനി 13 യുവാം ത്രൈലോക്യകർത്താരാവിധി ഭാതി മനോ മമ യുവാം പ്രധാന പുരുഷൗ ജഗദ്ധേതു ജഗന്മയൗ. യുവാം നിങ്ങൾ രണ്ടുപേരും ത്രൈലോക്യകർത്താരൗ ഈ ത്രിലോക സൃഷ്ടിച്ച പ്രധാന പുരുഷന്മാരും ജഗദ്ധേതു ജഗത്തിൻ്റെ കാരണഭൂതന്മാരാണോ, ജഗന്മയൗ ജഗൽ സ്വരൂപന്മാരുമായിട്ടുള്ള ആണെന്ന് മമ ഭനാഭാതി എൻ്റെ മനസ്സിൽ തോന്നുന്നു. നിങ്ങൾ സാധാരണക്കാരൊന്നുമല്ല, നിങ്ങൾ ഈശ്വരൻ തന്നെയാണ്. ഈ ജഗത്ത് സൃഷ്ടിക്കുന്ന, ഈ ജഗത്തിൻ്റെ കാരണവും ഈ ജഗത്തിനെ സൃഷ്ടിച്ചവരുമായ ഭഗവാൻ തന്നെ, സൃഷ്ടിച്ചതുമായ ഭഗവാന്റെ രൂപങ്ങൾ തന്നെ നിങ്ങളെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. കണ്ടപ്പോൾ തന്നെ ആ ദിവ്യത്വം ഹനുമാന് ശരിക്കും ബോധ്യപ്പെട്ട പോലെ ഹനുമാൻ പറഞ്ഞു, നിങ്ങൾ സാധാരണ 2 യുവാക്കളൊന്നും അല്ല തോന്നുക എനിക്ക് കാണുമ്പോൾ. നിങ്ങൾ തന്നെയാണ് ഈ ജഗത്തിൻ്റെ കാരണഭൂതന്മാരെന്ന് മാത്രമല്ല, ഈ ജഗത്തിൻ്റെ സൃഷ്ടികർത്താക്കളും നിങ്ങളാണോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. യുവാം ത്രൈലോക്യകർത്താരാ വിധിഭാതി മനോമമ യുവാം പ്രധാന പുരുഷൗ ജഗദ്ധേതു ജഗന്മയൗ. അതായത് ലോകസ്വരൂപമായിട്ട് വിളങ്ങുന്നത് നിങ്ങളാണ്, ലോകത്തിൻ്റെ കാരണവും നിങ്ങളാണ്, ലോകത്തിൻ്റെ സൃഷ്ടികർത്താക്കളും നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കുള്ള ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തികളായിട്ടുള്ള 2 ആളാന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. മായയാ മാനുഷാകാരോ ചരന്താ വിവലീലയാ ഭൂഭാരഹരണാർത്ഥായ ഭക്താനാം പാലനായ ച. എനിക്കൊന്നെ തോന്നുന്നുണ്ട്, ഹേ യുവാക്കളെ, ഭൂഭാരഹരണാർത്ഥായ ഈ ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കുന്നതിന് ആയിക്കൊണ്ടും ഭക്താനാം പാലനായ ഭക്തന്മാരെ പരിപാലിക്കുന്നതിനായിക്കൊണ്ടും മായയാ മാനുഷാകാരവും മായ കൊണ്ട് മനുഷ്യരൂപം സ്വീകരിച്ച് ലീലയാ ചരന്തവും ഒരു ലീലയായിട്ട് ഒരു ലീല ആടലാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെ ഈ ലോകമംഗളാർത്ഥം, ഈ ലോകത്തിന് നന്മയ്ക്കായിക്കൊണ്ട് മായയിലത്തെ സത്വഗുണത്തെ സ്വീകരിച്ച് മായാ മനുഷ്യനായിട്ട് ജനിച്ച് ലീലകളാടാൻ വേണ്ടി വന്നതാണോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ശരിക്കും മനസ്സിലായി അല്ലേ ഹനുമാന്? ഈ ദുർജനങ്ങളെ കൊണ്ടുള്ള ഈ ഭൂഭാരം തീർപ്പാനും ഭക്തന്മാരെ രക്ഷിക്കാനും മായയെ സ്വീകരിച്ച് മനുഷ്യാകൃതി ധരിച്ച് ലീലകളാടാൻ വേണ്ടി സഞ്ചരിക്കുന്നവരാണോ നിങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നണത് എന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് വായിച്ച് നിർത്താം. മായയാ മാനുഷാകാരൗ ചരന്താ വിവലീലയാ ഭൂഭാരഹരണാർത്ഥായ ഭക്താനാം പാലനായ ച. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.